രാഹുൽ മാങ്കൂട്ടം ഒളിവിലായിട്ട് നാളുകളായി എന്ന് നമുക്കറിയാം. കേരള പോലീസിന് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനിടയിൽ 2 കേസുകൾ വന്നു. അതിലൊരു കേസിൽ നോട്ട് ടു അറസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഹൈക്കോടതിയിൽ നിന്നും. എന്ന് പറഞ്ഞാൽ തൽക്കാലം കോടതി അത് പരിഗണിക്കുന്നവരെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. അത് ആദ്യത്തെ കേസിലാണ്. പക്ഷേ ആ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ താൽക്കാലികമായി രക്ഷപ്പെട്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിച്ച രാഹുൽ ഈശ്വർ അതിന് പകരമായിട്ട് ജയിലിൽ കിടക്കുന്നുണ്ട്. അതോടെ കിടക്കട്ടെ. അതിനുശേഷം പക്ഷേ രണ്ടാമതൊരു കേസ് കൂടി വന്നേക്കുന്നതുകൊണ്ട് രാഹുൽ ഈ മാങ്കൂട്ടത്തിൽ പെട്ടെന്ന് പൊങ്ങി വരിക അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഏതാണ്ട് ഏറ്റവും ആദ്യമേ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ തന്നെ ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞിരുന്നൊരു കാര്യം, അദ്ദേഹം രാഷ്ട്രീയം ഉപേക്ഷിച്ച് പോകണമെന്നാണ്. വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞത് ഷാനിമോൾ ഉസ്മാനാണ്. അതുകൂടാതെ നമുക്കറിയാം VD സതീശനും വളരെ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുകയും അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തു. അതിനുശേഷം പല നിലപാടുകളിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും രണ്ട് നടപടികൾ ഒരാൾക്കെതിരെ എടുക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് വളരെ കൃത്യമായിട്ടുള്ളൊരു നിലപാടെടുത്തു. അത് മറ്റു രാഷ്ട്രീയ പാർട്ടികളൊന്നും എടുക്കാത്തതാണ്. അതിനവരെ അഭിനന്ദിച്ചേ പറ്റൂ. അത് നിലപാടെടുത്തുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ സമയമായി എന്നുള്ളത് കെ മുരളീധരനൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷം ഉടനെ തന്നെ പുറത്താക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്താലും അത് കോൺഗ്രസിന് വലിയ ഡാമേജ് ഒന്നും ഉണ്ടാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ എങ്കിൽ പോലും വലിയ തോതിലുള്ള ഡാമേജുകൾ ഉണ്ടാക്കുന്നില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമോ അതുമായി ബന്ധപ്പെട്ട കേസോ ഒക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് ചർച്ച ചെയ്യാനല്ല ഞാനിന്നിവിടെ വന്നത് യഥാർത്ഥത്തിൽ ഈ വീഡിയോ എടുത്തത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ നമ്മുടെ ചില മാധ്യമങ്ങൾ എടുത്തിട്ടുള്ള നിലപാടുകൾ എന്നെ അമ്പരപ്പിച്ചു എന്ന് പറയാനാണ്, അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ചു എന്ന് പറയാനാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മറുനാടൻ ഷാജൻ്റെ നിലപാടുകളാണ്. മറുനാടൻ ഷാജൻ ഏതാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു PR വർക്കുകൾ ഏറ്റെടുത്തോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന രീതിയിൽ ഉള്ള ഒരു വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരിക്കലും MLA സ്ഥാനം രാജിവെക്കരുത്, രാഹുൽ സ്ഥാനം പിടികൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോകൾ വരെ ഞാൻ കണ്ടു. ഞാനത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. പക്ഷേ അതൊക്കെ പോട്ടെ, അതൊക്കെ ഏറ്റവും ഒടുവിലത്തെ ഘട്ടങ്ങളിലാണ്. ഇപ്പോൾ പക്ഷേ ഷാജൻ നിലപാട് മാറ്റിയിരിക്കുന്നു. കാരണം പരാതി വന്നപ്പോഴേക്കും ഷാജന് മനസ്സിലായി ഇനി എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ രക്ഷിച്ചെടുക്കൽ അസാധ്യമാണ് എന്നുള്ളത് മനസ്സിലായി. അത് മാത്രമല്ല, അങ്ങനെ ഒരു നിലപാട് ഷാജൻ എടുക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായി. അദ്ദേഹം നിലപാട് മാറ്റിയിരിക്കുന്നു. എന്തുമായിക്കോട്ടെ, അത്രയും നല്ലത്. പക്ഷേ ഏറ്റവും ആദ്യം എന്നെ അമ്പരപ്പിച്ച കാര്യം എന്ന് പറയുന്നത്, ഷാജനെ പോലെ ഒരു മാധ്യമ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാ മാധ്യമ പ്രവർത്തകർക്കും മാധ്യമ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും ഒക്കെ തന്നെ പലപ്പോഴും നമുക്ക് തെളിവുകളോടുകൂടി പുറത്തു പറയാനൊന്നും കഴിയില്ല എല്ലാ കാര്യങ്ങളും. പക്ഷേ നമുക്ക് കൃത്യമായും വ്യക്തമായും ബോധ്യമുള്ള പല കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. അതിൻ്റെ തെളിവുകളൊന്നും ഹാജരാക്കാൻ കഴിയില്ലെങ്കിൽ നമ്മളൊന്ന് അന്വേഷിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നൊരു കാര്യമാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇഷ്യൂവിൽ ഏറ്റവും ആദ്യം വന്നത് ദേശാഭിമാനിയിൽ വാലും തലയും ഇല്ലാത്തൊരു വാർത്തയാണ്. ഒരു MLAക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത വന്നത്. പിന്നീട് മറ്റൊരു ഞാൻ നേരത്തെ തന്നെ ഞാനൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ, ആ ചാനലിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ആളുകൾ കാണുന്ന ഒരു യൂട്യൂബ് ചാനലിൽ, ഒരു സംഘപരിവാർക്ക് അനുകൂല ചാനലാണ്. ആ ചാനലിൽ ഇരുന്നുകൊണ്ട് യഥാർത്ഥത്തിൽ അവിടെയുള്ള 2 പേർ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തു. അപ്പോൾ വീഡിയോ ചെയ്തപ്പോൾ അവർ ഒരു പുതിയതായിട്ട് വന്ന MLA ആണെന്നും അത് ഈ പറയുന്ന ഏതാണ്ട് എറണാകുളത്തിന് ഇപ്പുറത്തോട്ടാണെന്നും ഒക്കെ സൂചിപ്പിക്കുന്ന നിരവധി സൂചനകൾ പുറത്തേക്ക് വിട്ടു. എന്ന് പറഞ്ഞാൽ കൃത്യമായി അത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും പാലക്കാട് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ദേശിച്ചാണെന്ന്. ഇത്തരത്തിലുള്ളൊരു പരാതിയുമുണ്ട് എന്നൊക്കെ അവർ അന്ന് തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഷാജനെ പോലുള്ള ആൾക്ക് വളരെ സിമ്പിളായി അന്വേഷിച്ചാൽ ഇതൊക്കെ അറിയാൻ കഴിയുന്നൊരു കാര്യമാണ്. കാരണം ഇദ്ദേഹം പലർക്കും ആദ്യം വാട്സാപ്പിൽ ചാറ്റ് ചെയ്യും, പിന്നെ ടെലഗ്രാമിൽ ചാറ്റ് ചെയ്യും, ഇനി ഇതിലൊക്കെ ബ്ലോക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം ഗൂഗിൾ പേയിലൂടെയും ചാറ്റ് ചെയ്യും. അങ്ങനെ അദ്ദേഹത്തെ ചാറ്റർജി എന്നാണ് അറിയപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ നിരവധി പേർക്ക് അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ എങ്കിലും ആരും ഇത് തെളിവുകളില്ലാത്തതുകൊണ്ട് പരാതി ഇല്ലാത്തതുകൊണ്ടൊന്നും പുറത്ത് പറഞ്ഞില്ല. പല മാധ്യമ പ്രവർത്തകർക്കൊക്കെ ഇത്തരത്തിലുള്ള ചാറ്റുകളൊക്കെ ലഭിക്കുകയും ഗൂഗിൾ പേയിലൂടെ പണമാണെന്ന് വിചാരിച്ച് ചെന്നപ്പോൾ ഇതുപോലെയുള്ള മെസ്സേജുകളൊക്കെ കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഷാജനെടുത്തൊരു നിലപാട് എന്നെ അമ്പരപ്പിച്ചു. ആ നിലപാടെന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഒരു പെൺകുട്ടിയില്ല, ഒരു ഗർഭവുമില്ല എന്നൊക്കെയാണ് ഷാജൻ പറഞ്ഞിട്ടുള്ളത്. അതെന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഈ പറയുന്ന കൺസെൻഷ്വൽ ആയിട്ടുള്ള സെക്സിനെ കുറിച്ചുമൊക്കെ തന്നെ ഷാജൻ ചില നിലപാടുകളെടുത്തു. അതൊരു മാനിപ്പുലേറ്റഡ് ഈ പറയുന്ന പോലെ കൺസെൻ്റ് ആണ് എന്നൊക്കെ ഞാൻ തിരിച്ച് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു ആ സമയത്ത്. പക്ഷേ അതിനുശേഷം പോലും ഷാജൻ പറഞ്ഞ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം, ഇങ്ങനൊരു പെൺകുട്ടി ഇല്ല എന്ന് പറയുന്നൊരു വ്യാപകമായിട്ടുള്ള പ്രചരണം ഈ മാങ്കൂട്ടത്തിൻ്റെ അനുകൂലികളും ഇത്തരത്തിലുള്ള പല ആളുകളും ചേർന്ന് തൊടുത്തു വിട്ടപ്പോൾ അതിലേക്ക് ഷാജൻ കൂടിച്ചേരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതെന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. അതിനുശേഷം യഥാർത്ഥത്തിൽ പിന്നീട് നമുക്കറിയാം ഈ പ്രചരണം അങ്ങോട്ട് കൊടുമ്പിരി കൊണ്ടപ്പോഴാണ് ലക്ഷ്മി പത്മ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തക ചെന്ന് ഈ പെൺകുട്ടിയെ കാണുകയും
അങ്ങനെ ഒരു സ്ത്രീ ഉണ്ട്, ഞാൻ അവളെ ഇന്ന് കണ്ടു എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്തു. അപ്പോൾ അന്ന് ആ പോസ്റ്റ് ഇട്ടതിന് അന്ന് വൈകുന്നേരം രാത്രി തന്നെ ഞാൻ ഈ ലക്ഷ്മി പത്മയുമായിട്ട് വിളിച്ച് സംസാരിക്കുകയും എനിക്കത് വളരെ ശരിയാണ് എന്ന് ബോധ്യപ്പെടുകയൊക്കെ ചെയ്തു. അല്ലെങ്കിൽ തന്നെ ഇത്തരത്തിലൊരു പരാതി വന്നാൽ അത് ആളില്ല എന്നൊക്കെ നമ്മൾ പറയുന്നത് എത്രത്തോളം അസംബന്ധമാണ് എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ അന്ന് ശക്തമായ നിലപാടെടുത്ത ഒരാളാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇവർ വന്ന വാദങ്ങൾ എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ പിണങ്ങിയതിന് ശേഷം വന്നൊരു പരാതിയാണ്, ഇത് യഥാർത്ഥത്തിൽ കൺസെൻറ്റോടുകൂടി നടന്നിട്ടുള്ള സെക്സാണ് എന്നുള്ളതാണ്. ഈ കൺസെൻറ്റോടുകൂടി തന്നിട്ടുള്ള ശാരീരിക ബന്ധമാണ് എന്ന് പറയുമ്പോൾ പോലും നിങ്ങൾ അറിയേണ്ടത് ഈ കൺസെൻറ്റ് എന്ന് പറയുന്നത് പോലും ഒരു ഫ്രീ വില്ലോടുകൂടി, അതായത് ഒരാൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ഭീഷണിയോ പ്രേരണയോ അല്ലെങ്കിൽ തെറ്റായ വാഗ്ദാനങ്ങളുടെ പേരിലോ ഒക്കെ ചെയ്താൽ പോലും അത് മാനിപ്പുലേറ്റഡ് കൺസെൻ്റ് ആണ്. അത് ഷാജൻ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഓരോരോ വാദങ്ങളായി പൊളിഞ്ഞു വീണപ്പോഴും ഏറ്റവും ഒടുവിൽ പോലും ഷാജൻ സ്കറിയ എന്ന് പറയുന്ന എനിക്ക് ഇഷ്ടമുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞൊരു വാചകം എന്ന് പറയുന്നത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിലോട് പിടികൊടുക്കരുത്, ഫൈറ്റ് ചെയ്യണം, ഏതാണ്ട് MLA സ്ഥാനം രാജിവെക്കരുത് എന്നൊക്കെ പറഞ്ഞ് വലിയ ഉപദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ടുള്ള വീഡിയോകളൊക്കെ വരെ കണ്ടു. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട അനുകൂലമായിട്ട് ചില വീഡിയോകളൊക്കെ ചെയ്ത ചില ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് റീച്ച് കിട്ടുമെന്നുള്ളതാണ്. ഈ റീച്ച് യഥാർത്ഥത്തിലുള്ള റീച്ചല്ല, പകരം അവരുടെ സോഷ്യൽ മീഡിയ ടീമൊക്കെ റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന പണിയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ റീച്ച് കിട്ടുമ്പോൾ ആളുകൾ പെട്ടെന്ന് നോക്കുമ്പോൾ വലിയ വ്യൂവർഷിപ്പ് ഉണ്ടാകും എന്നൊക്കെ ഉള്ളത് നമുക്ക് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ അതൊന്നും വ്യൂവർഷിപ്പ് ആയിരിക്കില്ല. പകരം ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ അവരെല്ലാവരും ടീമൊക്കെ കൂടി തന്നെ ഒരു ഉണ്ടാക്കി കൊടുക്കുന്ന വ്യൂവർഷിപ്പുകളായിരിക്കും. അതൊക്കെ വലിയ ഏറ്റവും ആദ്യത്തെ 15 മിനിറ്റിൽ അത്തരത്തിലുള്ളൊരു സർജ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബ് അത് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാവുകയൊക്കെ ചെയ്തു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഷാജൻ നിലപാട് മാറ്റിയിരിക്കുന്നു എന്നറിയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം 2 പരാതികൾ വന്നിരിക്കുന്നു. ആ പരാതികൾ വന്നതിന് ശേഷം ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് എത്തി. പക്ഷെ അപ്പോഴും ഷാജൻ സാധാരണ പറയുന്ന പോലെ വലിയ കടുത്ത രീതിയിലുള്ള വിമർശനങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം. ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നതിന് ശേഷം റിപ്പോർട്ടർ ചാനലടക്കം, ന്യൂസ് മലയാളം അടക്കം, അല്ലെങ്കിൽ 24 ന്യൂസ് അടക്കമുള്ള നിരവധി ചാനലുകളുടെയൊക്കെ ഒരു ക്രെഡിബിലിറ്റിയിൽ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന കുറവുകളിൽ നിന്ന് വലിയ തോതിൽ മെച്ചപ്പെടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതേസമയം തന്നെ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനുകൂലമായ നിലപാടെടുത്തിട്ടുള്ള പല ചാനലുകളുടെയും ക്രെഡിബിലിറ്റിയിൽ, അവരുടെ വിശ്വാസ്യതയിലൊക്കെ തന്നെ വലിയ പ്രശ്നമുണ്ടാവുകയും അവരുടെയൊക്കെ വ്യൂവർഷിപ്പിൽ തന്നെ വലിയ തോതിൽ ഇടിവുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മേക്കപ്പ് ചെയ്യാൻ കഴിയുമായിരിക്കും മറ്റേതെങ്കിലും വിഷയമൊക്കെ വരുമ്പോൾ. പക്ഷേ എങ്കിലും ഇത്തരത്തിലുള്ളൊരു പ്രശ്നം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പെയ്ഡായിട്ടുള്ള ഒരു PR-കൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ പറയുന്ന പോലെ സ്വാധീനത്തിന് വഴങ്ങി ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഷാജൻ ഇത് രണ്ടും ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ധാരണകൾ തെറ്റിപ്പോയതായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കാൻ എനിക്കിഷ്ടം. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, മറ്റാളുകളൊക്കെ തന്നെ ഇത്തരത്തിലുള്ളൊരു ക്യാമ്പയിൻ പലപ്പോഴും പണം മേടിച്ചുകൊണ്ട് ഏറ്റെടുത്തിരുന്നു. ആ ക്യാമ്പയിൻ നടത്തിയവരൊക്കെ തന്നെ മാളത്തിൽ ഒറുക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ഒരാളാണെന്നും നിരവധി പരാതികൾ ഇനി വരാനുണ്ടെന്നും ഏതാണ്ട് നിരവധി കേസുകൾ ഇതുപോലെ റെക്കോർഡ് ചെയ്ത് പല മാധ്യമങ്ങളുടെയും കയ്യിലുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കാൻ ഇവരൊക്കെ വൈകിപ്പോയതോ അല്ലെങ്കിൽ ബോധപൂർവം അറിയില്ലെന്ന് നടിച്ചതോ ഒക്കെ തന്നെ ഇവരുടെ കരിയറിൽ, ഇവരുടെ ഈ പറഞ്ഞ ജേർണലിസം കരിയറിൽ ഇവരിത് ഉയർത്തിക്കൊണ്ടുവന്ന ക്രെഡിബിലിറ്റിയിലൊക്കെ തന്നെ വലിയ തോതിൽ കുറവുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഞാൻ അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഒരേ കാര്യം തന്നെയാണ്, ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇത് കോൺഗ്രസ് പാർട്ടിക്ക് ഇതിനകത്ത് വലിയ ബാധ്യതകളൊന്നുമില്ല. പക്ഷേ ഇതൊരാളുടെ വ്യക്തിപരമായിട്ടുള്ള വലിയ തോതിലുള്ള മോശപ്പെട്ട പെരുമാറ്റമാണ് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. ആ പെരുമാറ്റത്തിന് കുടപിടിച്ച് കൊടുക്കരുതായിരുന്നു കേരളത്തിൽ ഒരു സോഷ്യൽ മീഡിയകളും, പ്രത്യേകിച്ചും ഇത്തരത്തിൽ വലിയ റീച്ചുള്ള മറുനാടൻ ഷാജനെ പോലെയുള്ള ആളുകളും എന്നൊക്കെയാണ് എനിക്ക് കൃത്യമായി പറയാനുള്ളത്. എന്താണെങ്കിലും ഇപ്പോൾ ആ നിലപാടിൽ നിന്ന് തിരിച്ചു വന്നതിൽ വളരെ സന്തോഷം.